ഈ ഒരൊറ്റ ഐറ്റം ഉണ്ടെങ്കിൽ പിന്നെ ചോറിലേക്ക് പിന്നെ വേറെ കറികളൊന്നും തന്നെ വേണ്ട. ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്, കുറഞ്ഞ ചേരുവകൾ മതി താനും. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ടാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് എത്രത്തോളമാണോ പുളി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഈ ഒരു ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ജീരകം നമ്മൾ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ, ക്യൂമിൻ സീഡിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ചൂടുള്ള എണ്ണയിൽ കിടക്കുമ്പോൾ തന്നെ അതൊന്ന് മൂത്തോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറി റെഡിയായി. അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ ഇനി ചോറിനാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്